എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി PB അൻവർ MLA-യുടെ വാർത്താസമ്മേളനം. നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ PB അൻവർ ആഞ്ഞടിച്ചത്. മുഖ്യമന്ത്രി സമ്പൂർണ്ണ പരാജയമാണെന്നും ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും PB അൻവർ ആവശ്യപ്പെട്ടു. ഇങ്ങനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം അഭിപ്രായം എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ്ണ ആരോപണം, കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല. ഇത് വേണ്ടാത്ത എഴുതാൻ നിൽക്കണ്ട. അല്ലല്ല, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടാകണല്ലോ ശശി ഉണ്ടെങ്കിൽ. അയാൾക്ക് ഇൻ്റലിജൻസ് ഇല്ലേ, വിജിലൻസ് ഇല്ലേ? എന്താ ഞാൻ ചോദിക്കുന്നു, 3 ചില്ലാനം കൊല്ലം ഒരു എയർപോർട്ട് വഴി കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഈ രീതിയിൽ സ്വർണം വരുന്നു, പോലീസ് പിടിക്കുന്നു. കണ്ടല്ലോ പിടിക്കണ രീതി. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പെ പരാജയമാണ്. കേരളത്തിൽ CPM-ന്റെ അവസാന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്ന പ്രഖ്യാപനവും അൻവർ നടത്തി. സാധാരണ പാർട്ടി പ്രവർത്തകർക്കും അണികൾക്കും നേതാക്കൾക്ക് പോലും ഒന്നും പറയാൻ കഴിയാത്തതും അവസ്ഥയാണുള്ളതെന്നും ചിലർ പാർട്ടിയെ നിയന്ത്രിക്കുകയാണെന്നുമുള്ള സന്ദേശമാണ് PB അൻവർ നൽകിയത്. പാർട്ടി നിർദ്ദേശപ്രകാരം പാർട്ടിക്കെതിരെയുള്ള അല്ലെങ്കിൽ പൊതുരംഗത്തുള്ള പ്രസ്താവനകളിൽ താൻ അയവ് വരുത്തിയിരുന്നു. അത് മുഖ്യമന്ത്രിയിലും പാർട്ടിയിലുള്ള വിശ്വാസമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ നടത്തിയ അഴിമതിയിലെ പ്ലേറ്റിൻ്റെ മുഖം തിരിച്ചുവെച്ച് അതിൽ തന്നെ കുറ്റവാളിയാക്കാൻ നടത്തിയ ശ്രമത്തിലൂടെ മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടുവെന്നും കഴിഞ്ഞ 8 വർഷമായി തനിക്ക് മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, അത് നഷ്ടമായിരിക്കുന്നുവെന്നും അൻവർ പറയുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു കാര്യം ചിന്തിക്കണം. P ശശിക്കും അതേപോലെ തന്നെ അജിത് കുമാറിനും മുഹമ്മദ് റിയാസിനും വേണ്ടി മാത്രമാണോ പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദ് റിയാസ് അല്ല, മരുമകന് വേണ്ടിയുള്ള പാർട്ടിയല്ല. അതിവിടുത്തെ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ചോര ചിന്തി പടുതുയർത്തിയ പ്രസ്ഥാനമാണ് CPM. CPM-നെ ഒരിക്കലും താൻ തള്ളിപ്പറയില്ല. പാർട്ടി അണികളെ താൻ തള്ളിപ്പറയില്ല. പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരെ തള്ളിപ്പറയില്ല. പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെയാണ് പ്രതികരിക്കുന്നതെന്ന് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് PB അൻവർ പറയുകയാണ്. കൊടും ചതി എന്നോട് നടത്തിയെന്നില്ല. എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പോൾ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് എന്താ പ്രസംഗിച്ച പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെൻറ്റിൻ്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെൻറ് PB അൻവറെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെൻറ് വഴിക്ക് പോകുന്നത്. ഒന്ന് പിടിക്കട്ടെ, നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PB അൻവർ കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു, അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ധരിക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ് എവിടൊക്കെ ഈ ബോംബ് എത്തുമെന്ന് അറിയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം
മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടുത്ത വിമർശനമാണ് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ സൂര്യനെ പോലെ പ്രശോഭിച്ചു നിന്ന മുഖ്യമന്ത്രിയുടെ ആ സൂര്യ തേജസ് പൂജ്യമായി മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന തനിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ 0 വിശ്വാസം മാത്രമേ ഉള്ളൂ എന്ന് തുറന്നടിക്കുന്ന അൻവർ, നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾ ഒന്നാണ്. അത്തരം കൂട്ടായ്മയാണ് ഇപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കാൻ കാരണമെന്ന് എടുത്തു പറയുന്നുണ്ട്. അൻവർ നടത്തിയ പത്രസമ്മേളനത്തിൽ MP ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നിസ്സഹായനാണെന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കടിഞ്ഞാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ആണ് എന്നാണ് പറയുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കാര്യങ്ങൾ പറയുന്നതിനും പരിഹാരം കാണുന്നതിനുമുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ കോടിയേരി സഖാവ് പോകുകയും MP ഗോവിന്ദൻ സെക്രട്ടറിയായി മാറുകയും ചെയ്തതോടെ MP ഗോവിന്ദന് പാർട്ടിയിൽ ഒരു വോയിസുമില്ല എന്ന് തുറന്നടിക്കുകയാണ് അൻവർ. മാത്രമല്ല, പാർട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകുന്നുവെന്ന് വലിയ ആരോപണം ഉന്നയിക്കുന്നു. പാർലമെന്റ് പാർട്ടിയിൽ അംഗമായ ഇടതുമുന്നണി സ്വതന്ത്ര MLA ആയ താങ്കൾക്ക് എങ്ങനെ തുടരാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ 2 മുന്നണിക്കും ഇടയിൽ ഒരു സീറ്റിട്ട് താൻ ഇരിക്കുമെന്നും തൻ്റെ രാജി കണ്ട് ആരും സ്വപ്നം കാണേണ്ട എന്നും വ്യക്തമായി പറയുന്നു. പാർലമെന്റ് പാർട്ടി എന്ന് പറയുന്നത് CPM-ഉം അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളും ചേർന്നതാണ്. അവിടെ പോലും സാധാ MLA-മാർക്ക് വോയിസ് ഇല്ല. അവർ പറയുന്നത് മുഖ്യമന്ത്രിയുടെ റിയാസുമൊക്കെ പറയുന്നത് കേൾക്കേണ്ട അവസ്ഥയിലാണ് എന്ന് വലിയ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നു PV അൻവർ. അതേസമയം PV അൻവർ പറയുന്നത് ശ്രദ്ധേയമാണ്. PV അൻവറിൻ്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങളുണ്ടായിരുന്നു. അതുമായുള്ള ചോദ്യത്തിന് എന്നും നെഹ്റു കുടുംബത്തോട് എപ്പോഴും ആദരവുള്ള കുടുംബമാണ് തൻ്റേത്. ജവഹർലാൽ നെഹ്റു കിടന്നുറങ്ങിയ വീടാണ് തൻ്റേത്. ഇന്ദിരാജിയോടും രാജീവ് ജിയോടും രാഹുൽ ജിയോടുമൊക്കെ വലിയ സ്നേഹമാണുള്ളത്. ആ കുടുംബത്തോടുള്ള സ്നേഹം മറ്റുള്ള ആളുകളെ ഇന്ന് കോൺഗ്രസ് എന്ന് അവകാശപ്പെടുന്നവരെക്കാൾ കൂടുതൽ ബന്ധവും സ്നേഹവും തനിക്കുണ്ട് എന്ന് എടുത്തു പറയുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് DNA പരിശോധനയുമായി വന്ന പ്രസ്താവന അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ അതിന് രാഷ്ട്രീയമായി നൽകിയ മറുപടിയാണ്. അത് രാഷ്ട്രീയ DNA കാര്യമാണ് പറഞ്ഞത്. ഏറെ ബഹുമാനത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയെയും നെഹ്റു കുടുംബത്തിനെയും കാണുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യം പറയുമ്പോൾ വഹബി തങ്ങളടക്കം CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ള ആളുകളുടെ ലീഗിൻ്റെ പാരമ്പര്യം, സമുദായത്തിന് വേണ്ടി ലീഗ് ചെയ്ത കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഇപ്പോഴത്തെ നേതൃത്വം അത്ര കണ്ടു ഉയർന്നിട്ടുണ്ടോ എന്ന സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. ലീഗിനും തന്നെ വേണ്ട, കോൺഗ്രസിനും തന്നെ വേണ്ട, CPM തന്നെ പുറത്താക്കുകയും ചെയ്താൽ BJP-യിൽ ചേരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമെന്നാണ് അൻവർ പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ്, ക്യാപ്റ്റനുമാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ PCC തെറിക്കണം, പോലീസിന് ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാകണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരിപ്പുണർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത്. ഞാനും വിചാരിച്ചു അത് തന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പുണ്ടല്ലോ, അങ്ങനെ പറക്കുകയാണ് ഞാൻ ഭൂമിയും കൂടെ. ശരിക്കും ഫ്ലൈങ് അത് കിട്ടൂലല്ലോ. ആ തമാശ കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇവരുടെ നെക്സസിൻ്റെ കോലം. ഇവിടെ ഒരു സാധു ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുറേ ലീഗുകാർ കൈയടിച്ച്, മനസ്സിലായോ, അൻവറാക്ക് പറ്റെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് ലീഗിൻ്റെ വലിയൊരു നേതാവ് അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പോൾ ലീഗ് തട്ടിയോ? അപ്പോൾ അപ്പുറത്തുനിന്ന് കോൺഗ്രസ്, കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഹസൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത് അൻവറിന് ഒരു കാരണവശാലും കോൺഗ്രസ് കളിപ്പിക്കൂല. അപ്പോൾ കോൺഗ്രസും തട്ടി, ഇവിടെ CPM-ഉം തട്ടു. അല്ല, അപ്പം ഈ സാധു അങ്ങോട്ടാ പോവാ? മനസ്സിലായോ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഇവർ മനസ്സിലായില്ല. ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ല? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം? ഞാൻ കയറുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനമൊന്നും അല്ല അതൊന്നും.
മനസ്സിലായില്ലേ? താൻ CPM-ന്റെ ഉള്ളിലല്ല, അത് താൻക്ക് ഇപ്പോൾ നിലവിലുള്ളത് സെക്യൂരിറ്റിയുടെ പണിയാണ്, അതിൽ നിന്ന് പുറത്തു ആക്കിയാൽ താൻ റോട്ടിൽ നിന്നും പ്രതികരിക്കും എന്നാണ് അൻവർ പറയുന്നത്. അൻവർ നൽകുന്ന വലിയൊരു സന്ദേശം, അൻവർ നൽകുന്ന ഇടതുമുന്നണിക്ക് നൽകുന്ന ഒരു സന്ദേശം, ഈ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഒരു യോഗം വിളിച്ച് നിലമ്പൂരിൽ തന്റെ നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുമ്പോൾ പണ്ട് TP ചന്ദ്രശേഖരൻ ഒഞ്ചയത്ത് വിളിച്ചു ചേർത്ത CPM-നെതിരെ വിളിച്ചു ചേർത്ത സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കൂടി നിലമ്പൂർ നീങ്ങുന്നു എന്നതാണ്. തൻ്റെ രാജി ആരും കണ്ട് സ്വപ്നം ഇറക്കേണ്ട, രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ നിന്ന് പോരാടാൻ തന്നെയാണ് അൻവർ ഉറയ്ക്കുന്നത് എന്നുള്ളത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു. ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ അവർക്ക് കഴിയുക? ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ പ്രശ്നം? എനിക്കെന്താ ഉളുപ്പേട്? അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നേ, എനിക്കവിടെ ഇരിക്കാൻ്റെ കുഴപ്പം. എന്താണ് MLA ഷാന്? അല്ലല്ല, ഒറ്റ മിനിറ്റ്. എന്താ അരുൺ ചോദിച്ചത്? MLA സ്ഥാനം രാജിവെക്കുന്നു? എന്താ വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? രാജിവെക്കുന്നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ, മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. മുഖ്യമന്ത്രി പൂർണ്ണ പരാജയമാണെന്ന് ഇടതുപക്ഷ MLA തന്നെ പറയുന്നു. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണമെന്ന് കാലാകാലമായി UDF-ഉം BJP-യും അടക്കം ആവശ്യപ്പെട്ട കാര്യം ഇന്ന് ഇടതുപക്ഷ MLA PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം. മാത്രമല്ല, മുഖ്യമന്ത്രി ഏറെ ക്രിമിനലായ ADGP അജിത് കുമാറിനെ സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ CPM-ന്റെ കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി. അതിനെ ഉണ്ടാവാതിരിക്കാൻ CPM പ്രവർത്തകർക്കും അണികൾക്കുമൊപ്പം നേതാക്കൾക്കുമൊപ്പമുള്ള ഒരു പോരാട്ടത്തിലാണ് കൂടി താനെന്നുകൂടി പറയുമ്പോൾ PV അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധേയമാവുകയാണ്. അതിനുശേഷം വന്ന ഇടതു വലതു മുന്നണി നേതാക്കളുടെ പ്രസ്താവനകളും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമെല്ലാം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി നിലമ്പൂരും കേരളവും ഉറ്റുനോക്കുന്നത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അൻവർ നടത്താൻ പോകുന്ന വലിയ പൊതുസമ്മേളനത്തിലേക്കാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.